സഹോദരങ്ങളെ, ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് പത്രം വായിച്ചപ്പോൾ ഒരു ചെറിയൊരു ദുരന്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഒരു 23 വയസ്സുകാരായ ചെറുപ്പക്കാരൻ, അവന് ടൂ വീലറിൻ്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് പോയത്. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ ബാക്കിലുള്ള ആൾ തെറിച്ചു വീണു, മറ്റൊരു വാഹനം കയറി മരിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതേപോലെ സ്ത്രീകൾ ബാക്കിലിരുന്ന് പോകുമ്പോൾ ടൂ വീലറിൻ്റെ മുകളിൽ നിന്ന് മറിഞ്ഞു വീണു മരിച്ചു, വാഹനം കയറി മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടൂ വീലറിൻ്റെ ബാക്കിൽ പിടിക്കാനുള്ളൊരു സാധനം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൂ വീലറിൻ്റെ ബാക്കിലിരുന്ന് പോകുന്ന ആരാണെങ്കിലും ശരി, ആ പിടിക്കാനുള്ള ആ ഹാൻഡിൽ, ബാക്കിലുള്ള ഹാൻഡിൽ നമ്മൾ നല്ല ശരിക്ക് പിടിക്കേണ്ടതുണ്ട്. പിടിച്ചിട്ട് വേണം അതിരിക്കാൻ. വളരെ കൈ ഫ്രീ ആയിക്കൊണ്ട്, മുന്നിലിരിക്കുന്നവൻ്റെ ചുമലിൽ കൈ വെച്ചുകൊണ്ട്, അതേപോലെ കൈ കെട്ടിക്കൊണ്ട്, കാലിൻ്റെ തുടയിൽ വെച്ചുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് പലരെയും ഇരുന്ന് പോകുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ അപകടം വിളിച്ചു വരുത്തും. കാരണം എന്താ വെച്ചാൽ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്നവന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ തെറിച്ച് വീണ്ടുണ്ടാവും. അതേപോലെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവർ അധികം ഇരിക്കലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു ഗ്രിപ്പും ഉണ്ടാവില്ല. ഈ വണ്ടിയായിട്ട് ഈ ഇരിക്കുന്ന ആൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. മുന്നിലിരിക്കുന്ന ആളുടെ ചുമലിൽ വെച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത് ഭയങ്കര അപകടം പിടിച്ചൊരു യാത്രയാണത്. അതൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ ഈ പല ഡ്രൈവർമാരും പറയാറുണ്ട്, അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഇത് എപ്പോഴത് വീഴാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ പറയുന്നത് സാരി ഉടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ വയ്യാന്നാണ്. അങ്ങനെ സാരി ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു പയ്യാമയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലെഗിൻസോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കും കാലിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വണ്ടിമേൽ നല്ല ഗ്രിപ്പ് കിട്ടും. പുറമേ ആ ബാക്കിൽ ഇപ്പോൾ ഒരു പിടുത്തം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ചെയ്യും. മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ടൂ വീലറുണ്ട്. ഈ 4 ഏക്കർ വാഹനം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അധികം ആളുകൾ ടൂ വീലറാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ട്രാഫിക് ജാം, അതേപോലെ പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യം, ഇതെല്ലാം വെച്ചിട്ട് ടൂ വീലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ഇൻസ്ട്രക്ഷനോടൊപ്പം ഹെൽമെറ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് എങ്ങനെയെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറകിൽ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും അവരോട് പറയാനുള്ളത്, ആ ബാക്കിലുള്ള പിടിക്കാനുള്ള ആ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സാരി ഉടുക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. 2 ഭാഗത്തേക്കും കാലിട്ടുകൊണ്ട് വേണം അവർ ഇരിക്കാൻ, യാത്ര ചെയ്യാൻ. എന്താ വെച്ചാൽ, മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ തന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഓടിക്കുന്ന ആളുകൾക്ക് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഷോൾഡർ പെയിനൊക്കെ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, ടൂ വീലർ നല്ല വാഹനമാണ്, എല്ലായിടത്തും പെട്ടെന്ന് പോയി വരാനുള്ളൊരു സംവിധാനമാണ്. അതേപോലെ ഇന്ധനത്തിന് വില കൂടുന്ന ഈ സമയത്ത് അതൊക്കെ വലിയൊരു കാര്യമാണ്. അതേമാതിരി സമയത്തിനും വിലയുള്ള സമയത്ത് അധികം ആളുകളും ടൂ വീലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൂ വീലർ ഉപയോഗിക്കുന്ന ആളുകൾ അപകടത്തിൽ പെടാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ടോക്സ് ഓഫ് ടുഡേ എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക. അതിൻ്റെ സബ്സ്ക്രൈബറായി മാറാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ പ്രേരിപ്പിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.